Hello students. Next, we will study self-inductance and phenomena. Last class, we will eddy current. One coil is current, that current change in magnetic flux change. That magnetic flux opposite that coil current induce concept. That eddy current we will study self-inductance and phenomena. What is self-induction? It is a phenomenon of inducing EMF in the coil due to the change in current and the change in magnetic flux in the coil. ഒരു കോയിലിനകത്ത് കൂടെ കറണ്ട് പോകുമ്പോൾ ആ കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു EMF ആ കോയിലിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. എഡ്ഡി കറണ്ട് സർക്കുലേറ്റിംഗ് കറണ്ടാണ്. അത് കണ്ടക്ടേഴ്സിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കോയിലായിരിക്കണം. ആ കോയിലിൽ ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഇൻഡ്യൂസിങ് EMF ഇൻ ദ കോയിൽ സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. നമുക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം, തൽക്കാലം നമുക്കിവിടെ ഒരു കോയിൽ കൺസിഡർ ചെയ്യുക. ആ കോയിൽ ഞാനിവിടെ കണക്ട് ചെയ്യുന്നു. ഒരു സെല്ലായിട്ട് ഞാൻ ആ കോയിലിനെ കണക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? സോ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. സോ സപ്പോസ് ഞാൻ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ കറണ്ട് ഇവിടെ ഗ്രോത്താണ് അല്ലേ? കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഗ്രോ ചെയ്യുകയാണ്. സോ കറണ്ട് ഗ്രോ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി കറണ്ട് കൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കറണ്ട് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫ്ലക്സും ഇതിനകത്തൂടെ കൂടും. ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇത് എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു EMF ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം, സപ്പോസ് ഇവിടെ ഗ്രോത്ത് ഓഫ് കറണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഗ്രോ ചെയ്യുന്നത്. ഈ ഡയറക്ഷനിൽ ഗ്രോ ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യണം അല്ലേ? ഈ ഡയറക്ഷനിൽ ഗ്രോ ചെയ്യുന്ന കറണ്ടിനെ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. ഒപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ ഒരു കറണ്ടും ഇൻഡ്യൂസ് ചെയ്യും. സോ സെൽഫ് ഇൻഡക്ഷൻ ഇസ് എ ഫിനോമിന ഓഫ് ഇൻഡ്യൂസിങ് EMF ഇൻ ദ സെൽഫ് കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ആൻഡ് ഹെൻസ് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ദ ഗ്രോത്ത് ഓർ ഡീകേ ഓഫ് കറണ്ട്. ഇവിടെ കറണ്ടിൻ്റെ ഗ്രോത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കറണ്ട് കുറഞ്ഞാണ് വരുന്നത്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് കൂടി വരും. സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ കറണ്ട് കുറഞ്ഞു വരും. സോ ഇത് ഗ്രോത്താണ്. ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി സ്വിച്ച് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലോ ഡീക്കേനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഗ്രോത്ത് ഓഫ് കറണ്ടാണ്. ഗ്രോത്ത് ഓഫ് കറണ്ട് മീൻസ് ഇവിടെ കറണ്ട് ഈസ് ഇൻക്രീസിങ് ആണ്. സോ കറണ്ട് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ EMF ഈസ് ഇൻഡ്യൂസ്ഡ്. EMF ഈസ് ഇൻഡ്യൂസ്ഡ് in such a manner that it opposes the growth. It opposes the growth. ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് കോയില്. ഗ്രോത്തിനെ അത് ഒപ്പോസ് ചെയ്യണം അല്ലേ? അങ്ങനെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെല്ലായിട്ട് ഇവിടെ കണക്ട് ചെയ്യുക, പ്ലസ് ഇത് മൈനസ്. ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഈ ഡയറക്ഷനിൽ കറണ്ട് ട്രാവൽ ചെയ്യണം. ഓക്കെ, ഈ ഡയറക്ഷനിലായിരിക്കണം ഇൻഡ്യൂസ്ഡ് കറണ്ട്. മനസ്സിലായല്ലോ? ഗ്രോത്ത് ഓഫ് കറണ്ടാണ്. ആ ഗ്രോത്ത് ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കറണ്ട് ട്രാവൽ ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ കറണ്ട് ഓൾവേസ് ട്രാവൽ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ക്ലിയർ അല്ലേ? സോ സോളിനോയിഡിൻ്റെ ഈ അറ്റം നെഗറ്റീവും ഈ അറ്റം പോസിറ്റീവും ആവും. കാരണം ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യാൻ കറണ്ട് ഈ ഡയറക്ഷനിൽ വേണം ട്രാവൽ ചെയ്യാൻ. സോ അങ്ങനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നൊരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കാര്യം ഒരിടത്ത് പോസിറ്റീവ് ഒരിടത്ത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് ആക്ട് ആസ് എ സെൽ. സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF. അങ്ങനെയാണ് ഒരു കോയിലിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഇനേർഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഇനേർഷ്യ ഓഫ് ഇലക്ട്രിസിറ്റി. ക്ലിയർ അല്ലേ? ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഗ്രോത്ത് ആണെങ്കിൽ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യും, ഡീകെ ആണെങ്കിൽ ഡീകെനെ ഒപ്പോസ് ചെയ്യും. ലെഫ്റ്റിലേക്കാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ റൈറ്റിലേക്ക് കറണ്ട് ട്രാവൽ ചെയ്യണം. സോ എവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നു അത് പോസിറ്റീവും, എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യുന്നത് അത് നെഗറ്റീവ് ടെർമിനലും ആണ്. ഇനി നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതായത് ഫ്ലക്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ടാണ്. കറണ്ട് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും, കറണ്ട് കുറയുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് കുറയും. സോ ഫൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഐ ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് കറണ്ട് ആണ്. ഐ ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് കറണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ ഓർ എൽ ഈസ് ഈക്വൽ ടു 5/I എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? എൽ ഈസ് ഈക്വൽ ടു എന്താണ്? 5/I. ഇഫ് ഐ ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ എൽ ഈസ് ഈക്വൽ ടു 5 എന്നായി. എൽ ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ വെൻ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഒരു കോയിൽ കൂടെ 1 ആംപിയർ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കോയിലിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ദിസ് ഓൾസോ നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ക്ലിയർ അല്ലേ? സോ എൽ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ലോ ഓഫ് ഫാരഡേസ് ലോ അനുസരിച്ച് E ഈസ് ഈക്വൽ ടു -d∅/dt ആണ്. E ഈസ് ഈക്വൽ ടു -d∅/dt. സോ -d/dt ഇൻറ്റു ഫൈന് പകരം നമുക്ക് Li എന്ന് കൊടുക്കാം. സോ ദിസ് ബിക്കംസ് E ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt എന്ന് കൊടുക്കാം. -L ഇൻറ്റു di/dt. ക്ലിയർ അല്ലേ? ഇതാണ് EMF ആയിട്ടുള്ള റിലേഷൻ. EMFും സെൽഫ് ഇൻഡക്റ്റൻസും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിനെ നമ്മൾ ഹെൻറി എന്ന് വിളിക്കും. SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. ക്ലിയർ അല്ലേ? മറന്നു പോകണ്ട. ഇനി E ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt ആണ്. ഇഫ് di/dt 1 കൊടുത്താൽ E ഈസ് ഈക്വൽ ടു L എന്ന് കിട്ടും, മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിന് വേറൊരു ഡെഫിനേഷനായി ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ വെൻ 1 ആംപിയർ കറണ്ട് ഈസ് ചേഞ്ച്ഡ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ 1 ആംപിയർ കറണ്ട് ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ ആ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന EMFൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ di/dt 1 കൊടുക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആണ്. സോ ഇഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഈസ് 1 ദെൻ L ഈസ് ഈക്വൽ ടു E എന്ന് നമുക്ക് എഴുതാം. സോ വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്? ഹെൻറി. ക്ലിയർ അല്ലേ? ഇനി റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണോ ഇക്വേഷൻ, റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണോ ഇക്വേഷൻ, അത് തന്നെയാണ് ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കോൺസെപ്റ്റ്. സോ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ഐഡൻറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പഠിച്ചു വയ്ക്കണം. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്റ്റർ. ഇൻഡക്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ്. ഇൻഡക്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണ്. എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്റ്ററിൻ്റെ ഫോർമുല ½LI² ആണ്. ½ LI². ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. ഒരു ലോങ് സോളിനോയിഡിൻ്റെ ഇൻഡക്റ്റൻസ്, ഒരു ലോങ് സോളിനോയിഡിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കണം. L ഈസ് ഈക്വൽ ടു μ0
എൻ സ്ക്വയർ എ ബൈ എൽ. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, എൽ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിനുള്ളിൽ ഒരു മീഡിയവും ഇല്ല എങ്കിൽ μ0 നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ സോളിനോയിഡിനുള്ളിൽ എന്തെങ്കിലും അയൺ കോറ് വല്ലതും വച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂ എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ മ്യൂ എൻ സ്ക്വയർ എ ബൈ എൽ. മ്യൂ ക്യാൻ ബി റിട്ടൺ ആസ് μ0 μr എൻ സ്ക്വയർ എ ബൈ എൽ എന്ന് കൊടുക്കാം. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കോൺസെപ്റ്റ്. ഒരു കോയിൽ കൂടെ പോകുന്ന ചേഞ്ച് ഇൻ കറണ്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന EMF, അതിൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു കോയിലുണ്ട്, ഈ കോയിലിൽ കൂടെ കറണ്ടുണ്ട്, ആ കറണ്ടിന് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു കോയിലിൽ വേറൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതായത് ഇത് 1, ഇത് 2. M12 ഈസ് ഓൾവേസ് ഈക്വൽ ടു M21. അതായത് the EMF induced in the coil 1 due to the change of current in coil 2 is exactly equal to the EMF induced in the coil 2 due to the change in current of coil 1. കോയിൽ 1ൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കോയിൽ 2ൽ EMF, കോയിൽ 2ൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കോയിൽ 1ൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു Li എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു Mi എന്ന് പറയാം. E ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു di/dt എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് E ഈസ് ഈക്വൽ ടു മൈനസ് M ഇൻറ്റു di/dt എന്ന് പറയാം. M ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. M ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എമ്മിൻ്റെ പേരെന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി ഇവിടെ നോക്കുക, കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന്, കോയിലിൻ്റെ ജോമെട്രി, കോയിലിൻ്റെ സൈസ്, ഷേപ്പ്, കോയിൽ എത്ര ടേൺസ് ഉണ്ട്, കോയിൽ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കോയിലിൻ്റെ സൈസ്, ഷേപ്പ്, നമ്പർ ഓഫ് ടേൺസ്, മെറ്റീരിയൽ, ഇതൊക്കെ തീരുമാനിക്കും കോയിൽ ജോമെട്രി. കോയിൽ ജോമെട്രി അനുസരിച്ച് എമ്മിൻ്റെ വാല്യൂ മാറും. രണ്ട് കോയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു വലിയൊരു ഫാക്ടറാണ്, അതും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ബാധിക്കും. 3, രണ്ട് കോയിലുകൾ എങ്ങനെയാണ് വച്ചിരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഇസ് റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ബിറ്റ്വീൻ കോയിൽസ്. റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ബിറ്റ്വീൻ കോയിൽസ്, അതായത് കോയിൽ ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെയും വയ്ക്കാം, പല തരത്തിൽ വയ്ക്കാം. കോയിൽ 1 കോയിൽ 2 ഇങ്ങനെ വയ്ക്കാം, കോയിൽ 1 കോയിൽ 2 ഇങ്ങനെ വയ്ക്കാം, കോയിൽ 1ഉം കോയിൽ 2 ഇങ്ങനെ ചേർത്തും വയ്ക്കാം. സോ ഇങ്ങനെയാണ് ഈ ഓറിയൻറ്റേഷൻ. ഈ ഓറിയൻറ്റേഷൻ എങ്ങനെയൊക്കെയാണോ ഓരോ രീതിയിലായിരിക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നത്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോയിലിൻ്റെ സൈസ്, ഷേപ്പ്, ജോമെട്രി, നമ്പർ ഓഫ് ടേൺസ്, ഓറിയൻറ്റേഷൻ, റിലേറ്റീവ് ഓറിയൻറ്റേഷൻ, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്. ഇതൊക്കെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തീരുമാനിക്കുന്ന ചില ഘടകങ്ങൾ. ഇതിനടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു സോളിനോയിഡിൽ, ആ സോളിനോയിഡിനുള്ളിൽ വേറൊരു സോളിനോയിഡ്, പിന്നെ രണ്ടിൻ്റെ ആക്സിസ് സെയിം ആണ്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോആക്സിയൽ സോളിനോയിഡ്സ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോആക്സിയൽ സോളിനോയിഡ്സ്. ഫോർമുല M is equal to μ0 N1 N2 A by L. μ0നെ വേണമെങ്കിൽ, ഇനി μ0 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിനകത്ത് എയറാണ്, അല്ലെങ്കിൽ വേറൊന്നുമില്ല. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് mu N1 N2 A by L. വാട്ട് ഈസ് μ0 μr N1 N2 A by L. ക്ലിയർ ആണല്ലോ.
മനസ്സിലായല്ലോ. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ഇന്നർ സോളിനോയിഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 2 സോളിനോയിഡ് കാണിക്കുന്നുണ്ട്, ബ്ലൂ സോളിനോയിഡും റെഡ് സോളിനോയിഡും. ബ്ലൂ സോളിനോയിഡിലാണ് ഏരിയ ചെറുത്, അതാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ചെറുതുള്ളതാണ് നമ്മൾ എ എന്ന് ഉദ്ദേശിക്കുന്നത്, തെറ്റിപ്പോരുത്. സോ മ്യൂസർ N1 N2 A/L എന്ന് ഉദ്ദേശിക്കുമ്പോൾ എ മീൻസ് ഏരിയ ഓഫ് ദ സ്മോൾ സോളിനോയിഡ് എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി ഇന്നർ സോളിനോയിഡ് ആണ് ഫോർമുല. സോ ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയാക്സിൽ സോളിനോയിഡ്. ഒരു സോളിനോയിഡിലെ കറണ്ട് കാരണം മറ്റൊരു സോളിനോയിഡിലെ EMF, ആ സോളിനോയിഡിലെ ചേഞ്ച് ഇൻ കറണ്ട് കാരണം മറ്റൊരു സോളിനോയിഡിലെ EMF. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ തിയറി ഇരിക്കുന്നത്. ഇനിയാണ് നമ്മളിതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോയിൽ അതിൻ്റെ റെസിസ്റ്റൻസ് 10 ohm ആണെന്ന് പറയുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ടും ടൈമും തമ്മിലുള്ള ഗ്രാഫും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ നമുക്ക് ആദ്യമേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, EMFൻ്റെ ഇക്വേഷൻ നമുക്ക് തൽക്കാലം ∆φ/ΔT എന്ന് എഴുതാം. EMF is equal to മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ∆φ/ΔT എന്ന് എഴുതാം. ഇനി അടുത്ത കാര്യം, I is equal to E/R ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വെച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF ബൈ റെസിസ്റ്റൻസ്. സോ I is equal to 1/R into ∆φ/ΔT ആണ്. സോ I is equal to ∆φ/ΔT into 1/R. So I into ΔT is equal to ∆φ/R എന്ന് വിളിക്കാം. I into ΔT means ΔQ ആണ്, ബിക്കോസ് dQ/dt ആണല്ലോ കറണ്ട്. അപ്പോൾ dQ equal to I into dt ആണ്. സോ ΔQ is equal to ∆φ/R. ക്ലിയർ അല്ലേ? ഇനി ΔQ എന്ന് വെച്ചാൽ നമുക്കറിയാം I into ΔT ആണ് അല്ലേ? എന്താണ്? I into ΔT. മറന്നു പോകണ്ട, ΔQ എന്ന് വെച്ചാൽ ∆φ/R എന്ന് നമുക്ക് കിട്ടി. നമുക്കിത് വേണ്ടത് ΔQ ആണ്. സോ ΔQ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഗ്രാഫ് കറണ്ടും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. സോ ഏരിയ അണ്ടർ കറണ്ട് ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ കറണ്ട് ടൈം ഗ്രാഫ്. കറണ്ട് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എപ്പോഴും ചാർജ് ആയിരിക്കും, നമുക്കറിയാവുന്നതാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ വർക്കാണ്, കാര്യം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്. സോ ഏരിയ അണ്ടർ കറണ്ട് ടൈം ഗ്രാഫ് ചാർജാണ്. ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 0.1 ആണ്, ഹൈറ്റ് 4 ആണ്. സോ 2ഉം 4ഉം വെട്ടിപ്പോയി 2. സോ 0.2 എന്ന് നമുക്ക് ചാർജ് കിട്ടും. സോ ചാർജ് എത്രയാണ്? 0.2. 0.2 ഈസ് ഈക്വൽ ടു ∆φ/ റെസിസ്റ്റൻസ് ഇവിടെ 10 ആണ്. സോ 0.10 into 2. സോ ആൻസർ ഈസ് 2 ohm ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇലക്ട്രോൺ മൂവ്സ് അലോങ് ദ ലൈൻ AB എന്ന ലൈനിൽ കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിലുണ്ടായ കറണ്ടിനെ പറ്റിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ലൂപ്പിൻ്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ലൂപ്പിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ലൂപ്പിൽ നിന്ന് എവേ മൂവ് ചെയ്യുമ്പോൾ ലൂപ്പിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കുറയും. അപ്പോൾ 2 കേസിലും ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനാണ് കറണ്ട് ശ്രമിക്കുന്നത്. സോ ആദ്യത്തെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നു, അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒരു കറണ്ട്. സെക്കൻഡ് കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയാണ്, ബിക്കോസ് ദി ഇലക്ട്രോൺ ഈസ് മൂവിങ് അവേ ഫ്രം ദ ലൂപ്പ്. സോ 2 സമയത്തും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ബിക്കോസ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ കുറയ്ക്കാൻ ശ്രമിക്കും. പിന്നെ ഇലക്ട്രോൺ ഫ്ലക്സിൽ നിന്ന് എവേ പോകുമ്പോൾ, സോ ഇവിടം തൊട്ട് ഇവിടെ വരെ ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയാണ്, അതിനെ കുറയ്ക്കാനാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയും റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുകയും ചെയ്യുന്നു. സോ 2 കേസിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്.
സോ നമ്മൾ ഡയറക്ഷൻ എടുക്കേണ്ടി വരും. എല്ലാവരും റൈറ്റ് ഹാൻഡ് എടുക്കുക. തമ്പ് വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പിടിക്കുക. പിന്നെ 4 ഫിംഗേഴ്സാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കേണ്ടത്. അപ്പോൾ 4 ഫിംഗേഴ്സ് നേരെ നിങ്ങളിലേക്ക് തന്നെ ചൂണ്ടുക. കാര്യം ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. നിങ്ങളുടെ ഫ്രണ്ടിലാണ് പ്ലെയിൻ, ആ പ്ലെയിനിൽ നിന്ന് പുറത്തേക്കാണ്. സോ തമ്പ് റൈറ്റിലേക്ക്, 4 ഫിംഗർ നിങ്ങളിലേക്ക് ചൂണ്ടുന്നു. 4 ഫിംഗർ നിങ്ങളിലേക്ക് ചൂണ്ടുകയാണ് എങ്കിൽ മിഡിൽ ഫിംഗർ താഴോട്ടാണ് വരേണ്ടത്. എന്നാൽ മാത്രമേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുള്ളൂ. സോ മിഡിൽ ഫിംഗർ താഴോട്ടെന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ട്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന്, ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ എയിൽ നിന്ന് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ എ പോസിറ്റീവ് ടെർമിനലാണ്. കാര്യം അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അപ്പോൾ ബിയിൽ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടിക്കൂടി വരികയാണ്. സോ ഇത് നെഗറ്റീവാണ്. സോ ദ എൻഡ് എ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ലൂപ്പുകൾ കാണിക്കുന്നുണ്ട്. ഔട്ടർ ലൂപ്പിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ആൻഡ് ഇൻക്രീസസ് വിത്ത് ടൈം. സോ ഔട്ടർ ലൂപ്പിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആകുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഇന്നർ കോയിലായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഔട്ടർ കോയിലിലെ ക്ലോക്ക് വൈസ് കറണ്ട് കൂടുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഔട്ടർ കോയിലിലെ ക്ലോക്ക് വൈസ് കറണ്ട് കൂടുമ്പോൾ ഔട്ടർ കോയിലിനോട് ബന്ധപ്പെട്ട ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡും കൂടുകയാണ്. അപ്പോൾ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഇന്നർ കോയിൽ. കാര്യം ഔട്ടർ കോയിലിൻ്റെ ഉള്ളിലാണ് ഇന്നർ കോയിൽ ഇരിക്കുന്നത്. സോ ഔട്ടർ കോയിലിൻ്റെ ഉള്ളിൽ ഇന്നർ കോയിൽ ഇരിക്കുമ്പോൾ ഔട്ടർ കോയിലിൻ്റെ കറണ്ട് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഇന്നർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇൻവേർഡാണ്. അത് കൂടുകയാണ്. അപ്പോൾ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കുറയണം. ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കുറയണമെങ്കിൽ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടണം. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം ഇന്നർ കോയിൽ വരേണ്ടത്. കാരണം ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, അപ്പോൾ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കണം. അപ്പോൾ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടണം. ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷൻ ആയിരിക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. നിങ്ങളെ പഠിപ്പിച്ചതാണ് CI. കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്. സോ ഇത് ഔട്ടർ കോയിലിൽ കറണ്ട് ക്ലോക്ക് വൈസ്, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഈ ക്ലോക്ക് വൈസ് കറണ്ട് കൂടുകയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും കൂടുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടി EMF അല്ലെങ്കിൽ കറണ്ട് ഇന്നർ കോയിൽ ഇൻഡ്യൂസ് ചെയ്യണം? ഈ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കാൻ. അപ്പോൾ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് സോൾവ് ചെയ്യുന്നില്ല. റെസിസ്റ്റൻസിൻ്റെ അതേ കോൺസെപ്റ്റാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് A ആണെങ്കിൽ ഈ പോയിൻ്റ് A ആണ്, ഈ പോയിൻ്റ് A ആണ്, ഈ പോയിൻ്റ് A ആണ്. ഈ പോയിൻ്റ് D ആണെങ്കിൽ ഈ പോയിൻ്റ് D ആണ്. സോ 3 Henry ഈസ് ബിറ്റ്വീൻ A ആൻഡ് D, 3 Henry ഈസ് ബിറ്റ്വീൻ A ആൻഡ് D, 3 Henry ഈസ് ബിറ്റ്വീൻ A ആൻഡ് D. സോ എക്കും ഡിക്കും ഇടയിൽ ഇത് A. സോ എക്കും ഡിക്കും ഇടയിൽ 3 ഇൻഡക്റ്റൻസ്. സോളാർ ഇൻ പാരലൽ കണക്ഷൻ. സോ 1/3 + 1/3 + 1/3. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ ആൻസർ ഈസ് 1 വരും ആൻസർ. സോ ആൻസർ ഈസ് 1 Henry. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കോയിലിൻ്റെ ഏരിയ A0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് B0 നിന്ന് 4B0 ചേഞ്ച്. ഓക്കെ. സോ നമുക്കറിയാം ഫ്ലക്സിൻ്റെ ഫോർമുല B.A ആണ്. BA എന്ന് എഴുതാം. ഇവിടെ പ്രത്യേകിച്ച് ആംഗിളൊന്നും പറഞ്ഞിട്ടില്ല, രണ്ടും പാരലാന്ന് വിചാരിക്കാം. സോ B × A. 5/T അല്ലെങ്കിൽ d5/dt is equal to A is a constant. A × dB/dt. ഇവിടെ A ആരാണ്? A0 ഇൻറ്റു ചേഞ്ച് എത്രയാണ്? dB 4B0 minus B0 divided by T. So the answer is 3B0 A0/T. ഇതാണ് d5/dt. അതിൻ്റെ പേരാണ് EMF. ഓക്കെ.
ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ചാർജാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ 1/r ഇൻറ്റു ഡെൽറ്റ ഫൈ ആണെന്ന് പറഞ്ഞതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്. ഫൈ ഇസ് ഈക്വൽ ടു 6t² മൈനസ് 5t+1. ചോദിച്ചിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് അറ്റ് 0.25 സെക്കൻഡ്. അത് ഇ എം എഫ് കണ്ടുപിടിക്കാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. d∅/dt 6 ഇൻറ്റു 2t മൈനസ് 5. സോ 12t മൈനസ് 5 വന്ന് നമുക്ക് ഇ എം എഫിനെ കിട്ടും. ക്ലിയർ അല്ലേ? ഇ എം എഫിൻ്റെ വാല്യൂ. സോ ടൈം എത്രയാണ്? 0.25, ദാറ്റ് ഈസ് 1/4 മൈനസ് 5. സോ ഇ എം എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 3 മൈനസ് 5 ആണ്. ദിസ് ഈസ് -2. പക്ഷെ ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഇ എം എഫ് എന്ന് വെച്ചാൽ -d∅/dt ആണ്. സോ മൈനസ് ഓഫ് -2, ആൻസർ 2. ചോദിച്ചിരിക്കുന്ന കറണ്ടാണ്. സോ ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ്. സോ 2/10. സോ ആൻസർ ഈസ് 0.2 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ഇവിടെ നോക്കുക. ഫ്ലക്സ് തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ് ഡി എം എഫ് കണ്ടുപിടിക്കണം. സോ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ദിസ് ഈസ് E ഈക്വൽ ടു d∅/dt. സോ d/dt ഓഫ് 10t² മൈനസ് 50t പ്ലസ് 250 ആണ്. സോ ദിസ് ബിക്കംസ് 20t മൈനസ് 50. ടൈം 3 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 കൊടുക്കുമ്പോൾ 60 മൈനസ് 50 10. പക്ഷേ E ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് d∅/dt ആണ്. സോ ആൻസർ ഈസ് -10 വോൾട്ട് ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോപ്പർ റോഡ്, അതിൻ്റെ ലെങ്ത് L ആണ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എബൌട്ട് ഇറ്റ്സ് 1 എൻഡ് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു റോഡ് എടുക്കുക. ഈ ഒരു ആക്സിസിന് എബൌട്ടായിട്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങുകയാണ്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ റോഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ റോഡ് തൽക്കാലം ഇങ്ങനെ ഇരിക്കുന്നു. ഒരു എൻഡിൽ കൂടെ കറങ്ങുകയാണ്. സോ ഈ റോഡിൻ്റെ ഇങ്ങനെ പൊസിഷൻസ് വരാം. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പൊസിഷൻസ് അറ്റൈൻ ചെയ്യാം. ഇങ്ങനൊരു പൊസിഷൻ അറ്റൈൻ ചെയ്യാം. അങ്ങനെ പല പൊസിഷൻസും ഇത് അറ്റൈൻ ചെയ്യാം. അപ്പോൾ ആക്ച്വലി അങ്ങനെ അറ്റൈൻ ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ഒരു സർക്കിളിലാണ് കറങ്ങുന്നതെന്ന് മനസ്സിലായി. ഇതൊരു സർക്കിളിലാണ് കറങ്ങുന്നതെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്കറിയാം ഇ എം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലേ? എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ? d∅/dt d/dt ഓഫ് B.A B.A. So E is equal to d∅/dt is equal to B. കോൺസ്റ്റൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാറുന്നില്ല. പകരം ഈ റോഡ് ഇങ്ങനെ കറങ്ങുകയാണ്. സോ റോഡ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ ഇൻറ്റു ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റോഡ് കറങ്ങുമ്പോൾ റോഡ് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ മാറിക്കൊണ്ടിരിക്കും. സോ റോഡ് ഇവിടെയാണെന്ന് വിചാരിക്കുക. കുറച്ച് റോഡ് ഇവിടെയായി. അപ്പോൾ റോഡ് ഇത്ര ഏരിയ സ്വീപ്പ് ചെയ്തു. പിന്നെ റോഡ് ഇവിടെ എത്തി. അപ്പോൾ ഇത്ര ഏരിയ സ്വീപ്പ് ചെയ്തു. പിന്നെ ഇവിടെ എത്തി. അപ്പോൾ ഇത്ര ഏരിയ സ്വീപ്പ് ചെയ്തു. അങ്ങനെ ഇത് ഫുൾ ഏരിയ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഈക്വൽ ടു മൈനസ് d∅/dt ആണ്. ബി ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? dA/dt എന്ന് കൊടുക്കാം. തൽക്കാലം ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ സർക്കിൾ എടുക്കുന്നു. റോഡ് തൽക്കാലം ഇത്രയും ഏരിയ ഇത് സ്വീപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. ഇത് റേഡിയസ് ആർ, ഇതും റേഡിയസ് ആർ. ഈ ആംഗിള് തീറ്റ. സോ ബി ഇൻറ്റു dA/dt.
നമുക്കിവിടെ വേണ്ട ഏരിയ ഓഫ് ദ സെക്ടറാണ് വേണ്ടത്. എന്താണ്? ഏരിയ ഓഫ് ദ സെക്ടർ. സോ ദിസ് ഈസ് ബി ഇൻറ്റു ഏരിയ ഓഫ് സെക്ടർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. സോ ഇ ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ സെക്ടറിൻ്റെ ഏരിയ വേണം അല്ലേ? അതായത് ഇവിടെ ബി ഇൻറ്റു ഏരിയ ഓഫ് ദ സെക്ടറിൻ്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെക്ടറിൻ്റെ ആംഗിൾ എത്രയാണ്? ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ദ സെക്ടർ, സെക്ടറിൻ്റെ ആംഗിൾ എത്രയാണ്? തീറ്റ. ഈ മുഴുവൻ ആംഗിൾ എത്രയാണ്? 2π. ഏരിയ ഓഫ് ദ സർക്കിൾ എത്രയാണ്? പൈ ആർ സ്ക്വയർ. സോ പൈയും പൈയും നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്തു. ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതായത് ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പക്ഷെ മുഴുവൻ ഏരിയ ഇവിടെ എടുക്കുന്നുണ്ടോ? വേണ്ട. ഇവിടെ 360 ഡിഗ്രിയിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയ മാത്രം മതി. സോ വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ആംഗിൾ? തീറ്റ ബൈ 2π. വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ? പൈ ആർ സ്ക്വയർ. സോ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. സോ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി ടി. ഈ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് തീറ്റയ്ക്ക് വരും ഡി തീറ്റ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി? ഒമേഗയാണ്. സോ ഹാഫ് ഇൻറ്റു ബി ആർ സ്ക്വയർ ഒമേഗ. ഇവിടെ ആർ എന്ന് ഉദ്ദേശിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്, പക്ഷെ അത് തന്നെയാണ് റോഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. സോ ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ, ഇതാണ് ആൻസർ. ഒരു റോഡ് അതിൻ്റെ വൺ എൻഡിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ ഫോർമുല കാണാൻ പഠിക്കുക. ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇൻഡക്ടറാണ്, അതിൻ്റെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 2 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്. സോ 2 × 10⁻³ ഹെൻറി എന്ന് കൊടുക്കാം. കറണ്ട് ചേഞ്ച് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. I is equal to t² × e⁻⁻t. അറ്റ് വാട്ട് ടൈം EMF 0 ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം E is equal to L × di/dt ആണ്. ഇപ്പോൾ di/dt ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. di/dt is equal to, so this is product rule ആണ്. So what is the first? So quotient rule ആണ്, product rule ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം t². സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് e⁻⁻t ഇൻറ്റു -1 പ്ലസ് അടുത്ത ഫസ്റ്റ് ഫംഗ്ഷൻ, അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ e⁻⁻t, t² ഡെറിവേറ്റീവ് 2t. So this becomes e⁻⁻t into 2t minus e⁻⁻t into t². e⁻⁻t പുറത്തെടുത്താൽ 2t minus t². ഇനി നമുക്കറിയാം E is equal to L into di/dt. It is e⁻⁻t into 2t minus t². EMF 0 ആണ്. സോ 0 is equal to L into e⁻⁻t into 2t minus t². EMF 0 ആകുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ എൻ്റയർ ടേമിനെ 0 അടി കൊണ്ടുവന്ന 0 ആയി. സോ 0 ഈക്വൽ ടു 2t minus t². സോ t² is equal to 2t എന്ന് കിട്ടും. സോ t is equal to 2 സെക്കൻഡ്. ഇതാണ് ആൻസർ.